സുരേന്ദ്രേട്ട എന്ന് പറയുന്നു. എവിടെന്നെങ്കിലും കുറച്ച് കാശുണ്ടാക്കി ഇതിന് കൊടുക്കണമെന്ന് ഞാനും വിചാരിച്ചതാ. പക്ഷേ ഒന്നും നടക്കുന്ന ലക്ഷണം കാണുന്നില്ല. നമുക്ക് ജയപ്രകാശോട് തന്നെ ചോദിക്കാം. വന്നേ, എന്തെങ്കിലും വഴി കാണുന്നത് ഒരു കോടിക്ക് ഒന്നും കാണുന്നില്ല. അപ്പൊ എന്താ ചെയ്യാ? പാപ്പന്റെ സ്വഭാവം വെച്ച് മറ്റേതേ ടോക്കൺ കൊടുത്ത് മുണുങ്ങിന്ന് കൂട്ടിയാ മതി. കമ്പനിയുടെ ഒഫീഷ്യൽ റപ്പായിട്ടാണ് മഹേഷ് സാർ വന്നിരിക്കുന്നത്. ഞങ്ങൾ ഈ ഡീൽ ഏറ്റെടുക്കാൻ തയ്യാറാണ്. തീർച്ചയായും മിസ്റ്റർ ജയപ്രകാശിന് ഒരു ഗിഫ്റ്റ്, ഒരു സർട്ടിഫിക്കറ്റ് നൽകിക്കൊണ്ട് തന്നെ. എന്ന് വെച്ചാൽ 25 ലക്ഷം രൂപ കൈയോടെ കിട്ടും. സുരേന്ദ്രേട്ടൻ കേൾക്കുന്നുണ്ടല്ലോ. പ്രകാശ, അതല്ലടാ നല്ലത്. പിന്നെ അല്ലാണ്ട് അതാണ് മേടിച്ചടാ. മിസ്റ്റർ ജയപ്രകാശ് ബുദ്ധിമാനാണെങ്കിൽ ഈ ഓഫർ സ്വീകരിക്കാണ് പറഞ്ഞത്. അതിനുള്ള ബുദ്ധിയൊക്കെ ഓനുണ്ട്. എന്താ പ്രകാശ, കിട്ടാൻ പോകുന്ന ചെറിയ എമൗണ്ട് ഒന്നും അല്ലല്ലോ. 25 ലക്ഷം അല്ലേ? 25 ലക്ഷം ഒന്നും പറഞ്ഞില്ല. ഏതാണ്ട് ഒരു അപ്രോക്സിമേറ്റ് ഫിഗർ അത്രയും വന്നേക്കും. അല്ല, അത്രയും നൽകാൻ ഞങ്ങൾ തയ്യാറാണ്. മോനെ കുട്ടി കയ്യിൽ തൊട്ടി മേടിച്ചടാ. എന്താടാ നീ ഒന്നും മിണ്ടാത്തത്? എല്ലാരും കൂടി ഞങ്ങളെ സഹായിക്കാനും രക്ഷപ്പെടുത്താനും കൂടി ഒരു വഴി കണ്ടുപിടിച്ച് പറയുമ്പോ എന്താ ഇപ്പൊ നോക്കാനുള്ളത്? അപ്പൊ അനിൽ സാറേ, അതിന്റെ കാര്യങ്ങൾ നീക്കിക്കോളി. കോൾ അടിച്ചല്ലോടാ ജയപ്രകാശ്. പിന്നല്ലാണ്ട് ചോയേട്ടാ, ബിരിയാണി നമ്മൾ തിന്നിട്ട് എല്ലും കഷ്ണം നായ്ക്കിട്ട് കൊടുത്തിട്ട് അതിന്റെ മുഖത്ത് നോക്കി നിന്റെ ടൈം എന്ന് പറയുന്ന നിശ്ചിതര ഇപ്പൊ ഈ പറഞ്ഞത്. 85 കോടി റുപ്യക്ക് പാപ്പൻചേട്ടന്റെ കയ്യിൽ നിന്ന് കച്ചവടമാക്കിയ ഷോപ്പിംഗ് മാള് വാങ്ങാൻ തയ്യാറാണെന്നും പറഞ്ഞ് സാറുമാര് ഞങ്ങളുടെ അടുത്തേക്കാ വന്നത്. അല്ലാണ്ട് ഞങ്ങളെ ഒന്ന് രക്ഷിക്കണേ എന്ന് പറഞ്ഞ് ഈ നിൽക്കുന്ന ഒരുത്തന്റെ മുന്നിലും ഞങ്ങൾ വന്നിട്ടില്ല. ഇനിയിപ്പോ 85 വാങ്ങിയത് 85 തന്നെ വിൽക്കേണ്ടി വന്നാലും ഗ്രഹിക്കാം, അത് അന്തസ്സായിട്ട് തന്നെ ചെയ്യും. എന്നിട്ട് അരച്ചായ്ക്ക് കാശില്ലാണ്ട് ഞങ്ങൾ വീണ്ടും ഈ അങ്ങാടിയിൽ തെണ്ടിത്തിരിയായിരിക്കും. പക്ഷെ അന്നും നിങ്ങൾ ഇപ്പൊ ഇട്ട് എന്ന എല്ലും കഷ്ണം നഷ്ടമായല്ലോ എന്നോർത്ത് കുറ്റബോധം ഉണ്ടാവില്ല. വലിയ വിദ്യാഭ്യാസമൊന്നും ഇല്ല ഭായി. കോർപ്പറേറ്റ് ലോയും ബിസിനസ് അഡ്മിനിസ്ട്രേഷനും ഒന്നും പഠിച്ചിട്ടുമില്ല. എന്നാലും 10 വാങ്ങിയത് 20 വിൽക്കാൻ ശ്രമിക്കണമെന്ന ചന്ത നിയമം അറിയാം. ഈ സെറ്റിങ്ങോടുകൂടി ഒരു കാര്യം ഞങ്ങൾക്ക് ബോധ്യായി, നമ്മുടെ കയ്യിലുള്ള മുതലിന് ആവശ്യക്കാരുണ്ട് ഒരുപാട്. അപ്പൊ ശരിയെന്നാ. സുരേട്ടാ, സഹായിക്കാൻ പറ്റിയില്ലെങ്കിൽ പോട്ടെ. കുഴിയിൽ വീണ് കിടക്കുന്നവരെ നേരെ കൈ നീട്ടില്ലെങ്കിൽ വേണ്ട. പക്ഷെ ആ കുഴിയിലേക്ക് മണ്ണിടുന്നവരുടെ കൂട്ടത്തിൽ കൂടരുത്.